ഒരു കുട്ടിക്ക് വെച്ച പാത്രത്തിൽ നിന്നല്ല ആ കുട്ടി വെള്ളമെടുത്ത് എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ പോലും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നു. അതുപോലെയുള്ള അവസ്ഥ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ രാജ്യം വികസിച്ചു, ഡിജിറ്റലൈസ് ചെയ്തു, അല്ലെങ്കിൽ പുരോഗതി വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി അതാണ്. അവർക്ക് വേണ്ടി അവരുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധം ഉണ്ടാവുന്നു എന്നുള്ള മുദ്രാവാക്യമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. കേന്ദ്ര താങ്കൾ അർത്ഥത്തിൽ ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ രക്ഷാധികാരി കേന്ദ്രത്തിൽ തന്നെ അതിനൊരു ഭാരവാഹി കൂടിയൊക്കെയാണ്. ആ നിലയിൽ കൂടിയൊക്കെയാണ് അവർ ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. ഇപ്പം ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ക്യാമ്പസിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണ്. നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ സഹകരിച്ചുകൊണ്ട് ഏകദേശം 500-ലധികം കുട്ടികളെ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും അവരായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ദളിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികളെ ഉയർത്തിയെടുക്കാൻ എന്താണ് ചെയ്തത്? കേവലം ആനുകൂല്യം കൊടുത്താൽ മാത്രം പോരാ, പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത്. ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 77 വർഷം കഴിഞ്ഞല്ലോ. ഇന്ത്യയിലെ 4/1 വരുന്ന ദളിത്, ആദിവാസികൾ ഇപ്പോഴും വലിയ ദുരിതത്തിലാണ് കഴിയുന്നത്. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം തന്നെ ചുരുങ്ങി വരികയാണ്. അവർക്ക് ഓരോ വർഷവും ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന സംഖ്യയും ചുരുങ്ങി വരികയാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ അടിച്ചമർത്തലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ രാജ്യത്ത് പെരുകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ അവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഡിജിറ്റൽ രംഗത്ത് നമ്മൾ ഉയർന്നു വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉയർന്നു വരികയാണ്. പക്ഷേ ആ സമയത്തും നമ്മുടെ സ്കൂളുകളിൽ, ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്ന വ്യത്യസ്ത പാത്രങ്ങളിലാണ് എന്ന് മാത്രമല്ല, ഒരു കുട്ടിക്ക് വെച്ച പാത്രത്തിൽ നിന്നല്ല ആ കുട്ടി വെള്ളമെടുത്ത് എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ പോലും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നു. വേണ്ടത്ര ആരും ശ്രദ്ധിക്കാതെ പറയുകയൊക്കെ ചെയ്തെങ്കിലും വേണ്ട ശ്രദ്ധില്ല. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി 77 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു സ്കൂളിൽ ഇപ്പോഴും വ്യത്യസ്ത പാത്രങ്ങളാണ് വെള്ളം വയ്ക്കുന്നത്. ആ വെള്ളം തൊട്ടതിൻ്റെ പേരിലാണ് ആ കുഞ്ഞിനെ ഒരു അധ്യാപകൻ ഭീകരമായി തല്ലുകയും 10 ദിവസത്തിന് ശേഷം ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ രാജ്യം വികസിച്ചു, ഡിജിറ്റലൈസ് ചെയ്തു, അല്ലെങ്കിൽ പുരോഗതി വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി അതാണ്. രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും വീമ്പിളക്കുമ്പോഴും നമ്മുടെ പാവങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമായിട്ട് തുടരുകയാണ്. അതാണ് ഇന്ത്യൻ അവസ്ഥയെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. എല്ലാവരെയും ജാതിയും മതവും മറ്റ് സങ്കുചിതമായിട്ട് മനുഷ്യനെ വാട്ടർ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ മനുഷ്യനെ മാറ്റി നിർത്തുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളാണ് ഉയർന്നു വരേണ്ടത്. തെരഞ്ഞെടുപ്പ് സമയത്തടക്കം തെരഞ്ഞെടുപ്പിലും വരുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളല്ല. അവിടെയും ജാതിയും മതവും അതുപോലെ തന്നെ സങ്കുചിതമായിട്ടുള്ള വാദങ്ങളാണ് ഉയർന്നത്. രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യണം, നമ്മുടെ മാധ്യമ സമൂഹം ചർച്ച ചെയ്യണം. ആ രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടേണ്ടത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളായിട്ട് അല്ലെങ്കിൽ സംവാദങ്ങളായിട്ട് അല്ലെങ്കിൽ മത്സരങ്ങളായിട്ട് മാറണം.